ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ബാക്ക് ടു പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ്. പ്രൊഫഷണൽ ബിസിനസ് സ്കില്ലിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലേണിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. ലേണിങ്ങിൻ്റെ ബുക്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ലേണിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓഡിയോസ്, അതുപോലെ തന്നെ വീഡിയോ എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളവിടെ ആ വീഡിയോസ് യൂസ്ഡ് ഇൻ ലേണിംഗ് എന്നുള്ള ആ ഒരു ടേമിൽ നമുക്ക് അതിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സ് കാര്യങ്ങളും, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അതിൽ നമ്മൾ എങ്ങനെ നമുക്ക് എഫക്റ്റീവായിക്കൊണ്ടൊരു വീഡിയോസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള കാര്യം കൂടി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ആ ഭാഗം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. ഫസ്റ്റായിട്ട് ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് വീഡിയോ ഇൻ ലേണിംഗ്. ലേണിങ്ങിൽ നമ്മൾ വീഡിയോസ് യൂസ് ചെയ്യുന്നതിനെ കൊണ്ടുള്ള നമുക്കുള്ള മെച്ചങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് കിടക്കാം. ഇവിടെ നോക്കാം. നമുക്ക് ഫസ്റ്റായിട്ട് പറയാൻ വെച്ചാൽ മോർ എൻഗേജിങ്. ശരിക്കും മോർ എൻഗേജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെന്താണ് ഒരു കാര്യത്തിൽ നമ്മൾ എൻഗേജ്ഡ് ആവുക എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഇൻട്രസ്റ്റോട് കൂടി നമ്മുടെ താല്പര്യത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി അതിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സംഭവമാണ് നമ്മൾ എന്തിനാ അതിൽ എൻഗേജ്ഡ് ആയി പോകുക എന്നുള്ള കേസിൽ നമ്മൾ പറയാല്ലേ. ഇപ്പോൾ വീഡിയോ ക്ലാസ്സിൻ്റെ കേസ് തന്നെ നിങ്ങൾക്ക് നോക്കാം. നമ്മൾ ഒരു വോയിസ് ക്ലാസ് വെച്ചിട്ട് ഞാൻ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ബോറടിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ. കാരണം വെച്ചാൽ ഒരു വോയിസ് ക്ലാസ്സിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ പലർക്കും എന്താകും അതൊരു അത്ര ഇൻട്രസ്റ്റോടു കൂടി അത് കേട്ടിരിക്കാനുള്ള താല്പര്യമുണ്ടല്ലോ. പക്ഷേ ഞാൻ ഒരു കാര്യങ്ങൾ നിങ്ങളെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് വിവരിച്ച് പറയുമ്പോൾ എന്താവും, ഒന്നുകൂടെ ഒരു ഇൻട്രസ്റ്റോടു കൂടി നിങ്ങൾക്ക് താല്പര്യത്തോടു കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ക്ലാസ് കേൾക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള താല്പര്യവും ഉണ്ടാവും. അപ്പോൾ അതാണ് ഇവിടെ നന്നായിട്ട് ഈ ഒരു വീഡിയോ നമ്മൾ യൂസ് ചെയ്യുന്ന ലേണിങ്ങിൻ്റെ സമയത്ത് നമ്മൾ വീഡിയോ യൂസ് ചെയ്യുന്നതിനേക്കാൾ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ, ഒന്നാമത് എന്താണ്, മോർ എൻഗേജിങ് ആണ്. ആളുകളെ മാക്സിമം എൻഗേജ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുക ആ വീഡിയോ ക്ലാസ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ആളുകൾ ഒന്നുകൂടെ ഒരു താല്പര്യത്തോടു കൂടി എന്ത് ചെയ്യും, അതിൽ പങ്കെടുത്തുകൊണ്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ലേൺ ചെയ്യും എന്നുള്ളതാണ് ഫസ്റ്റ് പറയാനുള്ളത്. ദെൻ സെക്കൻഡ് വൺ ഈസി അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ എന്താ വെച്ചാൽ, ഇപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള തന്നെ ഈ ഒരു പോയിന്റ് തന്നെ നമുക്ക് നോക്കാം. എന്താണ്, ഞാനൊരു വോയിസ് മെസ്സേജ് കൊണ്ട് അല്ലെങ്കിൽ വോയിസ് ക്ലിപ്പ് കൊണ്ട് നിങ്ങോട്ട് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ എന്താണ്, നിങ്ങൾക്ക് ആ ഒരു കാര്യം എൻ്റെ കേട്ടുകൊണ്ടുള്ള ഞാൻ എൻ്റെ ആ സൗണ്ട് കേട്ടുകൊണ്ടുള്ള ആ ഒരു വിവരം മാത്രമേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. പക്ഷേ ഞാനൊരു വീഡിയോ പ്രസൻറ്റേഷനിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ പറയുന്നതോടുകൂടി നിങ്ങളെന്താണ് ആ സംഗതിയെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക മീൻസ് അത് നിങ്ങൾ കണ്ട് ആ ഒരു സാധനം നിങ്ങൾ ആ ഒരു സ്ക്രീനിൽ നിങ്ങൾ കാണുമ്പോൾ ഒരു പക്ഷേ ഞാൻ എൻ്റെ പറയുന്നതിലപ്പുറം ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടുകൊണ്ട് ചിലപ്പോൾ ആ കാര്യത്തെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഈസി അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള കാര്യം. ദെൻ തേർഡ് വൺ ഈസി റിട്ടൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. ഒരു കാര്യം നിങ്ങൾക്ക് കേട്ടതിലപ്പുറം നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ, വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ആ കാര്യത്തെ നിങ്ങളെ മൈൻഡിൽ ചിലപ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, ആ സംഗതി നിങ്ങളെ വേഗം ക്യാച്ച് ചെയ്യും. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് മറ്റൊരു സാഹചര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ എക്സാമിൻ്റെ ഹാളിൽ ഇരുന്നു കൊണ്ട് ക്വസ്റ്റ്യനിൽ ഈ ഒരു സംഗതി നിങ്ങൾ കണ്ടൊരു വീഡിയോ കുറിച്ചുള്ള ഒരു സംഭവം ക്വസ്റ്റ്യൻ വന്നാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഒരു വീഡിയോ ഒരു പക്ഷേ നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ട ആ കാര്യം ചിലപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ചിലപ്പോൾ സ്പാർക്ക് ചെയ്യാം. ആ സ്പാർക്ക് നിങ്ങൾക്ക് വേഗം പേപ്പറിലേക്ക് ആക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് പറഞ്ഞത്, നമുക്ക് എന്താണ് പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കഴിവ് എന്തിനുണ്ട്, നമ്മുടെ ഈ ഒരു വീഡിയോസ് നമ്മൾ ലേണിങ്ങിൽ യൂസ് ചെയ്താൽ ഉണ്ടാവും എന്നുള്ളതാണ് മറ്റൊരു ബെനിഫിറ്റായിട്ട് പറയാനുള്ളത്. ദെൻ ഗ്രേറ്റർ അറ്റൻഷൻ, അത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള എന്താണ് മോർ എൻഗേജിങ് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോയിന്റ് തന്നെയാണ് ഗ്രേറ്റർ അറ്റൻഷൻ എന്നുള്ളത്. ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ദെൻ ബെറ്റർ ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഓഡിയോ ക്ലാസ്സിൻ്റെ കുറിച്ചും അതുപോലെ തന്നെ വീഡിയോ ക്ലാസ്സിനെ കുറിച്ചുള്ള നമ്മളെ ലേണിങ്ങിൻ്റെ കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞു വന്നു. അപ്പോൾ അതിലെന്താണ് ഓഡിയോയിലുള്ള നമ്മളെ ലേണിംഗ് എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല, നമുക്ക് കിട്ടും. കാരണം എന്താ വെച്ചാൽ അവർ കേട്ടുകൊണ്ടുള്ള ആ ഒരു സംഗതിയാണ്. പക്ഷേ അതിനപ്പുറം നമ്മളെ ഈ ഒരു വീഡിയോസ് നമ്മൾ ഈ ലേണിങ്ങിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം വെച്ചാൽ അവിടെ നമുക്ക് എന്താണ് ഏതൊരു സംഭവത്തെയും നമുക്ക് എന്താണ് വളരെ വിശാലമായിട്ട് അത്രയും ഡെപ്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചിത്രീകരിച്ചുകൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ ലേണേഴ്സിൻ്റെ മുന്നിൽ ആ ഒരു കാര്യങ്ങൾ ഇപ്പോൾ എന്താണ് നിങ്ങൾക്കൊരു ടാസ്ക് അല്ലെങ്കിൽ ഒരു സംഭവമാണ്, ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ കാണിക്കാൻ വേണമെന്ന് വെച്ചാൽ ആ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീഡിയോ രൂപത്തിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഉദാഹരണമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഞാനിപ്പോൾ എടുക്കുന്ന ഒരു ക്ലാസ്, ഞാനിപ്പോൾ മാർക്കറ്റിംഗ് എന്നുള്ള ഭാഗം എടുക്കുമ്പോൾ ആ ഭാഗത്തേക്ക് എനിക്ക് എന്താണ് മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെല്ലാം വീഡിയോസ് അവൈലബിൾ ആണോ നെറ്റിൽ, ആ വീഡിയോസ് എല്ലാം അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് അതൊരു പുതിയൊരു ലേണിംഗ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും അല്ലേ. അപ്പം എന്താണ് അത് നമുക്ക് ആ കാര്യങ്ങൾ കണ്ടുകൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു അവസരം കൂടി അതിൽ ഉണ്ടാവും. അതാണ് ഇവിടെ പറഞ്ഞാൽ ബെറ്റർ ലേണിംഗ് എക്സ്പീരിയൻസ്. ദെൻ എൻകറേജ് ഡിസ്കഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളെന്താണ് വീഡിയോ കോൺഫറൻസ് ത്രൂ ആണ് നമ്മൾ ക്ലാസ് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അവിടെ ഡിസ്കഷൻസിന് ഒരു അവസരം ഉണ്ട് അല്ലേ. നമ്മൾ ആ ഓഡിയോയിലാണെങ്കിൽ ആ ഒരു ഡിസ്കഷൻസിന് അവസരം
ഉണ്ട് എന്നിരുന്നാൽ കൂടി അതിനെന്തുണ്ട് ഒരു പരിമിതി ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ എന്താണ് ഒരു ഇതില്ല, നമുക്ക് ഒരു വീഡിയോ സൂം പോലെ ആപ്പുകളിൽ നമ്മളെന്താണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ വീഡിയോസ് കോൺഫറൻസ് ത്രൂ നമ്മുടെ ക്ലാസ് നമ്മൾ ചർച്ച ചെയ്യാന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അവിടെ എന്താണ് ഡിസ്കഷൻ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്, കാര്യങ്ങൾ അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പാസ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. എല്ലാ കാര്യത്തിലും എന്താണ് നമുക്ക് ആ ഒരു കാര്യം നമുക്ക് ഡിസ്കഷൻസിന് അത് വളരെ സപ്പോർട്ടീവായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ അതൊരു മറ്റൊരു ബെനിഫിറ്റായിട്ട് നമുക്ക് വീഡിയോസ് ഇനി ഈ ലേണിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ റീഇൻഫോഴ്സിങ് ദി ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട് എന്ത് ഇൻഫർമേഷൻസ് നമ്മളെന്താണ് നമുക്കെന്താണ് ആ ഒരു വീഡിയോസ് അത് നമ്മളെ മേലെ പറഞ്ഞിട്ടുള്ള എന്താണ് ഗ്രേറ്റർ ലേണിംഗ് എക്സ്പീരിയൻസ് ഇല്ലേ, ആ എക്സ്പീരിയൻസ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ് എന്താണ് നമുക്കൊരു റീഇൻഫോഴ്സ്മെൻറ്റ് ലഭിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ അത് നമ്മളെ കണ്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കെന്താണ് ഒന്നുകൂടി പ്രാക്ടിക്കലായി അവിടെ കാര്യങ്ങൾ അത് നമുക്ക് മറ്റൊരു രീതിയിൽ നമുക്കൊരു ബെനിഫിറ്റായിട്ട് പറയുന്നുണ്ട്. ദെൻ അറ്റ് ലാസ്റ്റ് വൺ ഗുഡ് റാപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ബെറ്റർ ഇൻറ്ററാക്ഷൻസ് എന്താണ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ബെറ്റർ ഇൻറ്ററാക്ഷൻ അല്ലെങ്കിൽ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എന്താണ് അതും ഒരു മറ്റൊരു ബെനിഫിറ്റായിട്ട് നമ്മുടെ എന്തിൽ പറയുന്നുണ്ട് വീഡിയോസ് ഇൻ ഇ ലേണിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം എന്താണ് ജസ്റ്റ് എന്താണ് വീഡിയോസ് അല്ലെങ്കിൽ എന്താണ് നമ്മളെ ഈ ഒരു ലേണിങ്ങിൽ വീഡിയോസിൻ്റെ പവർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ആലോചിച്ചാൽ മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ ഞാൻ തന്നെ നമ്മളെ ക്ലാസ് ഒരു വീഡിയോ രൂപത്തിലെടുക്കുമ്പോൾ അതിൽ കുറേ ഉദാഹരണങ്ങളും എക്സാമ്പിൾസും അഡീഷണൽ ആയിട്ടുള്ള മറ്റുള്ള രീതിയിലുള്ള പ്രസൻറ്റേഷൻസ് ഒക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അതൊന്നുകൂടെ കാണാനും അതുപോലെ തന്നെ ഒന്നുകൂടെ കേൾക്കാനും കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനും എല്ലാത്തിനും എന്താണ് വളരെ സുഖകരമാണ് എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് എഴുതിയാൽ ഒന്നുകൂടെ നന്നാവും. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്കിതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇവിടെ പറയാനുള്ളത് എന്താ വെച്ചാൽ എന്താണ് നമുക്ക് എങ്ങനെ ഒരു വീഡിയോ ഇ ലേണിംഗ് നമുക്ക് അത്രയും എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് കിടക്കാം. എഫക്റ്റീവ് യൂസ് ഓഫ് വീഡിയോ ഇൻ ഇ ലേണിംഗ്. എഫക്റ്റീവ് യൂസ് ഓഫ് വീഡിയോ ഇൻ ഇ ലേണിംഗിൽ നമുക്ക് എന്താ വെച്ചാൽ അത്രയും എഫക്റ്റീവായിട്ട് നമുക്ക് എന്താ വീഡിയോസ് ലേണിംഗിൽ ഉപയോഗപ്പെടുത്തൽ എങ്ങനെയെന്നുള്ളതാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഫസ്റ്റ് ആയിട്ട് പറയുന്നത് എന്താണ് കൺസൈസ് എന്ന് പറയുമ്പോൾ നമ്മളെന്താണ് ഒരിക്കലും ഒരു വീഡിയോ ആ ലേണറെ എന്താണ് ഒരിക്കലും ഒരു ബോറടിപ്പിക്കുന്ന രീതിയിൽ വലിച്ചു നീട്ടിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആവരുത്. നമ്മൾ എന്താണോ കണ്ടൻറ്റ് ആ കണ്ടൻറ്റിനെ വളരെ നല്ല രീതിയിൽ വ്യക്തമാക്കി ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് എന്ത് ചെയ്യുക പ്രസൻറ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുപ്പിക്കാനുള്ള ആ ഒരു സംഗതിയിലായിരിക്കണം ഒരു വീഡിയോ ഇ ലേണിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വീഡിയോ അങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ വലിയ ലെങ്തി ആയിട്ടുള്ള വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ആ ലേണർക്ക് ആ ഒരു വീഡിയോയുടെ സൈസ് കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ലെങ്ത്ത് കാണുമ്പോൾ തന്നെ അവർക്ക് എന്ത് ചെയ്യും ഒരു മനസ്സിലൊരു ബോറടി ഫീൽ ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഇത്രയും വലിയ വീഡിയോ ആണ് ഈ ഒരു ചെറിയ കണ്ടൻറ്റ് അല്ലെങ്കിൽ എന്നെ കണ്ടൻറ്റ് ഉൾപ്പെടുത്താൻ എന്നുള്ളത് ആ സംഭവത്തിൽ തന്നെ എന്താണ് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് അതിനെ വളരെ നല്ല രീതിയിലുള്ള കണ്ടൻറ്റുകളെ കുറച്ചാക്കിക്കൊണ്ട് മാക്സിമം പെട്ടെന്ന് അവർക്ക് ക്യാച്ച് ചെയ്യാനുള്ള രൂപത്തിൽ അതിൽ എക്സ്പീരിയൻസും അതുപോലെ തന്നെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ചെറുതാക്കിയിട്ട് അത്രയും എന്താണ് കൺസൈസ് ആക്കിയിട്ട് ആ ഒരു ലെവലിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ഇവിടെ പറയാനുള്ളത്. സെക്കൻഡ് വൺ ഇൻട്രാക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മളെന്താണ് ഇത് വെറുതെ ഒരു വായിച്ചിങ്ങനെ പോകുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മളെ ക്ലാസ്സുകൾ എന്താവരുത് ഒരിക്കലും എന്താണ് അതിൽ നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകൾ വളരെ ഇൻട്രാക്റ്റീവ് ആവണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുത്തുന്ന വീഡിയോ വളരെ ഇൻട്രാക്റ്റീവ് ആവണം. ഒരിക്കലും എന്താണ് ഒരു ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ വെറുതെ ജസ്റ്റ് ഒരു പ്ലേ ചെയ്യുന്ന ഒരു മൂവി പോലെ അല്ലെങ്കിൽ പ്ലേ ചെയ്യുന്ന ഒരു വീഡിയോ പോലെ ആവരുത് എന്നുള്ളതാണ് ഇവിടെ രണ്ടാമതായിട്ടുള്ള ഒരു സംഭവം പറയുക. കാരണം ചില എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്കത് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്താണ് കൂടുതൽ ഇൻട്രാക്ഷൻസ് അതിൽ വരണം. കാരണം എന്താ വെച്ചാൽ അതിൽ ലേണേഴ്സിനെ അതിൽ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വർക്കുകൾ കാര്യങ്ങൾ അതുപോലെ തന്നെ അതിൽ ടാസ്കുകളൊക്കെ കൊടുത്തുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ ആവണം ശരിക്കും ഒരു വീഡിയോസ് നമ്മൾ ഇ ലേണിങ്ങിൻ്റെ കേസിൽ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. ദെൻ യൂസ് ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഇ ലേണിങ്ങിൽ നമ്മൾ വീഡിയോസ് യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ എന്താവാൻ പാടില്ല എല്ലാവർക്കും ഒരുപോലെ സപ്പോർട്ടീവ് ആവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അതിൽ വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. കാരണം വെച്ചാൽ ചില വീഡിയോകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം എന്താണ് ഹൈ ക്വാളിറ്റിയിൽ ചിലപ്പോൾ വീഡിയോ 4K ചിലപ്പോൾ 4K ഒന്നും സപ്പോർട്ടാവാത്ത പല ആളുകളുണ്ടാവും, പല ആളുകളുടെ ഡിവൈസുകളുണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ ആ പല ഡിവൈസുകളിലും ചിലപ്പോൾ 4K സപ്പോർട്ടാവില്ല അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ ഫോർമാറ്റ് സപ്പോർട്ടാവില്ല. അപ്പോൾ അതുപോലെ തന്നെ ചിലപ്പോൾ ചില ഓഡിയോസ് ചിലപ്പോൾ അതിലേക്ക് കിട്ടൂല ചില വീഡിയോയിൽ. ആ രീതിയിലൊന്നും ഒരിക്കലും ആവാതെ വളരെ എല്ലാവർക്കും ഒരുപോലെ സപ്പോർട്ടീവായിട്ടുള്ള രീതിയിൽ
രീതിയിലായിരിക്കണം എന്താവേണ്ടത് ശരിക്കും നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ആവേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു യൂസ് ട്രാൻസ്ക്രിപ്റ്റിൽ നമുക്കിവിടെ പറയാനുള്ളത്. എന്താ വെച്ചാൽ പലർക്കും പല രീതിയിൽ ഹൈലി ടെക്നോളജി യൂസ് ചെയ്യുന്ന എല്ലാവരും ചിലപ്പോൾ നമ്മളെ ഇടയിൽ ഉണ്ടാവണമെന്നില്ല. അപ്പം എല്ലാവരെയും ഒരുപോലെ നമ്മൾ എന്ത് ചെയ്യണം, തുല്യമായിക്കൊണ്ട് നമ്മൾ അവരെ പരിഗണിച്ചുകൊണ്ട് എല്ലാവർക്കും എന്താണ് മാക്സിമം നല്ല രീതിയിൽ സപ്പോർട്ടീവായിട്ടുള്ള എല്ലാവർക്കും ഒരുപോലെ എല്ലാവരുടെ ഡിവൈസിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫയലുകളായിരിക്കണം നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു വീഡിയോസിൽ യൂസ് ചെയ്യേണ്ടത്. ഇപ്പം പലർക്കും എന്താണ് MP4 അതുപോലെ തന്നെ നമ്മുടെ MKV പോലത്തെ ഫയലുകൾ ചിലപ്പോൾ ചില ഡിവൈസുകളിൽ ഡിവൈസുകൾ അത്രയും ഫയലുകൾ മാത്രമേ ചില ഡിവൈസുകളിൽ സപ്പോർട്ട് ആവുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള ഫയലുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നല്ല നോർമൽ സൗണ്ട് ക്വാളിറ്റിയിൽ അല്ല ഹൈ ക്വാളിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സപ്പോർട്ട് ആവാത്ത പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യണം, വളരെ നല്ല രീതിയിൽ നമ്മൾ പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ആ ഒരു വീഡിയോ തയ്യാറാക്കിക്കൊണ്ട് നമ്മൾ ലേണിങ്ങിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഷോർട്ട് ഫയൽ സൈസസ്. എന്താ വെച്ചാൽ ഫയലിൻ്റെ സൈസ് നമ്മളതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഫയലിൻ്റെ സൈസിനെയും വളരെ നല്ല രീതിയിൽ പരിഗണിക്കണം. ഒരിക്കലും ഹെവി ആയിട്ടുള്ള ഒരു ഫയലാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ആളുകൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗപ്പെടുത്താനോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഓൺലൈനിൽ നമുക്ക് അത് കാണാനോ സ്ട്രീം ചെയ്ത് കാണാനോ ചിലപ്പോൾ ഒരു പക്ഷേ സാധ്യമാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു ലേണിങ്ങിന് ഉപയോഗപ്പെടുത്തുന്ന വീഡിയോയുടെ സൈസ് നമ്മൾ ശരിക്കും പരിഗണിച്ചേ മതിയാവും. യൂട്യൂബിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മളത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്ത് യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി അതിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് അതിനെ ഒന്നുകൂടെ എന്ത് ചെയ്യും, അത് ഫയലിനെ കംപ്രസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് നമ്മൾ എത്ര വലിയ സൈസുള്ള ഫയലുള്ള വീഡിയോസ് അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും യൂട്യൂബ് എന്ത് ചെയ്യും, അതിനെ ഓട്ടോമാറ്റിക്കലി അതിനെ കംപ്രസ് ചെയ്തുകൊണ്ട് ചെറുതാക്കും. അതുകൊണ്ട് തന്നെ വ്യൂവേഴ്സിന് അത് ഒരു പക്ഷേ ഒരു കണക്കിന് എന്താണ് അത്രയും ബെനിഫിറ്റാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു ഓൺലൈൻ ത്രൂ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഇപ്പോൾ ക്ലാസ്സുകളൊക്കെ വാട്സപ്പ് വഴിയൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് വാട്സപ്പിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതും ഹെവി ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ഒരിക്കലും ഇടാതെ വളരെ നല്ല രീതിയിൽ എല്ലാവർക്കും ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലുള്ള ഫയലുകളാക്കിക്കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത്. അതാണ് ഇവിടെ അടുത്തായിട്ട് ഷോർട്ട് ഫയൽ സൈസിൽ വരാനുള്ളത്. ലാസ്റ്റ് വൺ യൂസ് വീഡിയോസ് ഫോർ സിനാരിയോസ് ആൻഡ് സിമുലേഷൻസ്. ഇവിടെ വീഡിയോസ് നമ്മൾ സിനാരിയോസിനും അതുപോലെ തന്നെ സിമുലേഷനുമാണ് ഉപയോഗപ്പെടുത്തേണ്ടത് മാക്സിമം എന്നുള്ളത് പറയാനുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം സിനാരിയോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു ഒരു പ്രത്യേക സിറ്റുവേഷനെ നമുക്ക് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, മാർക്കറ്റിംഗ് എന്നുള്ള ആ ഒരു സംഭവത്തെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എനിക്ക് കാണിച്ചു തരണം. ആ കാണിച്ചു തരണം എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ മനസ്സിലാവാത്ത രീതിയിലുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് പിക്ചറൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനൊരു വീഡിയോ രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ട് ഞാൻ അതിനെ കാണിച്ചു തരും. അഡ്വർടൈസ്മെൻറ്റ് ഇപ്പോൾ ഞാനിങ്ങനെ വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മനസ്സിലാവും. അതിനെന്താണ് ആഡ് നിങ്ങൾക്ക് കാണിച്ചു കഴിഞ്ഞാൽ എന്താവും, ഒന്നുകൂടെ ബെനിഫിഷ്യലാവും. അപ്പോൾ അതാണ് ഇവിടെ സിനാരിയോസ് എന്ന് പറയുന്നത്. ദെൻ സിമുലേഷൻസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രവൃത്തിയെ അല്ലെങ്കിൽ ഒരു ടാസ്കിനെ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരിക്കലും നമ്മൾ ആ ഒരു സംസാരം കൊണ്ട് ശരിക്കും നടക്കൂല. അതൊക്കെ വളരെ വ്യക്തമായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രസൻറ്റ് ചെയ്തുകൊണ്ട് വീഡിയോസ് ആയിക്കൊണ്ട് അത് പ്ലേ ചെയ്തുകൊണ്ട് കാണിക്കണം. അപ്പോൾ അതിനൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, ശരിക്കും മാക്സിമം അത് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സിനാരിയോസും സിമുലേഷൻസൊക്കെ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മറ്റൊന്നായിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു വീഡിയോ ലേണിങ്ങിൽ നമ്മൾ വീഡിയോസ് എങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം എന്നുള്ള കാര്യത്തിൽ നമുക്കിവിടെ പറയാനുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ലേണിങ്ങിൻ്റെ ആ ഒരു ഭാഗം നമുക്കിവിടെ അവസാനിക്കുകയാണ്. ലേണിങ് നമ്മൾ പ്രധാനമായിട്ടും ലേണിങ്ങിൽ നമ്മളെ ബുക്സും അതുപോലെ തന്നെ നമ്മുടെ ഓഡിയോസും വീഡിയോസും കാര്യങ്ങളും നമ്മളിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പം ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക, നമുക്ക് അത് ക്ലിയർ ചെയ്യാം. ഇനി നെക്സ്റ്റ് കണ്ടൻറ്റ് എന്നുള്ള ഭാഗമാണ്, അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിലൂടെ ഞാൻ ചർച്ച ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. എനിവേ, താങ്ക് യു.